إن نلت يا ريح الصبا يوما إلى മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ ഹൃദയങ്ങളെ കോരിത്തിരിക്കുന്ന പ്രഭാഷണം, രോമാഞ്ചം ഉളവാക്കുന്ന പ്രഭാഷണം. ശ്രോതാക്കളായ സ്വഹാബത്ത് പ്രവാചകരോട് പറഞ്ഞു, കന്ന ഹദിഹി മൗഇദത്തുൻ മുഅദ്ദിൻ. വരികൾക്കിടയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എല്ലയോ തിരുദൂതരെ, അങ്ങ് ഞങ്ങളോട് വിട പറയാൻ അടുത്തിരിക്കുന്നു. ലോകാവസാനം വരെയുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരപ്രദമായ ഒരു വസിയ്യത്ത്, ഫൈനൽ വേർഡ് ഞങ്ങൾ അവിടുന്ന് ആശിക്കുന്നു. പ്രവാചക തിരുമേനി അവിടുന്ന് രണ്ട് വാക്കുകൾ ഏത് നാടിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും അഖില മേഖലകളുടെയും നന്മക്ക് ആവശ്യമായ ഉപദേശമാണ് നൽകിയത്. അലൈക്കും ബിസ്സബ്രി വത്വാഅ വഇൻ കാന അബ്ദൻ ഹബശിയ്യ. ഏതൊരു പ്രസ്ഥാനത്തിനും സമൂഹത്തിനും കുടുംബത്തിനും നാടിനും വീടിനും ഒരു നേതൃത്വം വേണം. ആ നേതാവ് ആരാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നേതാവായി അവരോധിക്കപ്പെട്ടാൽ പിന്നെ അവരനുസരിക്കുക, വാക്കുകൾ കേൾക്കുക, അനുസരിക്കുക. ഇതാണ് നിങ്ങളുടെ ബാധ്യത. ഇതാണ് ഈ സന്ദേശം നമ്മളെ പണ്ടരക്കാട് ജുമാഅത്ത് പള്ളി മഹല്ലത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അതാണ് 50 വർഷത്തോളം നമ്മുടെ പ്രിയങ്കരനായ MP മുഹമ്മദ് മുസ്ലിയാർ ഒരേ മഹല്ലത്തിൽ ഖതീബായി സേവനം ചെയ്തു, മഹല്ലത്തിന് നേതൃത്വം നൽകി എന്നത് ഈ മഹല്ലത്ത് നിവാസികളുടെയും ആ ഖതീബിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഒക്കെ വ്യക്തമായ ഉദാഹരണമാണ്. എല്ലാവിധ ആശംസകളും ഈ മഹല്ലത്ത് ഖതീബിന് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ ഈ നാടിനെയും പരിസര പ്രദേശങ്ങളെയും വീടുകളെയും കുടുംബങ്ങളെയും എല്ലാ അർത്ഥത്തിലും സ്നേഹവും ഒത്തൊരുമയും കൂട്ടായ്മയും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ തൃശ്ശൂർ ജില്ലാ ഖാദി എന്ന നിലയിൽ ഈ നിങ്ങൾക്ക് സർവ്വവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.